എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. സന്തോഷം. ഈ വീഡിയോയിൽ നമുക്ക് കുറച്ച് വ്യത്യസ്തങ്ങളായ സെൻറ്റൻസുകൾ നോക്കാം. ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ വ്യത്യസ്തങ്ങളായ ടെൻസുകളിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ ഇത്തരം സെൻറ്റൻസുകൾ ആഡ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കേണ്ട. സെൻറ്റൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എല്ലാവർക്കും എന്നെ വെറുപ്പാണ്. എങ്ങനെയായിരിക്കും പറയുക? എല്ലാവരും എന്നുള്ളത് എവരിബഡി അല്ലെങ്കിൽ എവരി വൺ സെയിം മീനിങ് ആണ്. എവരിബഡി ഹെയ്റ്റ്സ് മീ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എവരിബഡി എല്ലാവരും എന്നാണെങ്കിലും സിംഗുലർ ആയിട്ടാണ് ഗ്രാമാറ്റിക്കലി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആ എസ് വന്നത്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ അതങ്ങനെയാണ്. എല്ലാവരും വരുന്നുണ്ട്. എല്ലാവരും വരുന്നുണ്ട്. ആരൊക്കെ വരുന്നുണ്ട് ഫംഗ്ഷന്? എല്ലാവരും വരുന്നുണ്ട്. എങ്ങനെ നമ്മൾ പറയാം? പ്രസൻറ്റ് കണ്ടിന്യൂസിലെ പറയാം. എല്ലാവരും വരുന്നുണ്ട്. നിയർ ഫ്യൂച്ചർ അല്ലേ? നമ്മൾ പറഞ്ഞ ഓർമ്മയുണ്ടാവും. എവരിബഡി ഈസ് കമ്മിങ് അല്ലെങ്കിൽ എവരി വൺ ഈസ് കമ്മിങ്. എല്ലാവരും ചോദിക്കും. നോക്കിയേ, നമ്മൾ ടെൻസ് മാറി ഫ്യൂച്ചറായി. എല്ലാവരും ചോദിക്കും എന്നായി. അപ്പോൾ അതെങ്ങനെ നമ്മൾ പറയാ? എവരിബഡി വിൽ ആസ്ക്. അവൻ ചോദിക്കും. നമ്മളെങ്ങനെ പറയാ? ഹി വിൽ ആസ്ക്. അവർ ചോദിക്കും. ദേ വിൽ ആസ്ക്. എല്ലാവരും ചോദിക്കും. എവരിബഡി വിൽ ആസ്ക്. എല്ലാവരും നിന്നെ കണ്ടു. ഇതും ഇതുപോലെ തന്നെ. അവൻ നിന്നെ കണ്ടു. ഹീ സോ യു. അവൾ നിന്നെ കണ്ടു. ഷീ സോ യു. എല്ലാവരും നിന്നെ കണ്ടു. എവരിബഡി സോ യു. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? സബ്ജക്റ്റിൻ്റെ അവിടെ എവരിബഡി വരുന്നത് മാത്രമേ ഉള്ളൂ. സിംഗുലർ ആയതുകൊണ്ട് ഞാൻ ഹീയും ഷീയും എക്സാമ്പിൾ പറയുന്നത്. എല്ലാവരും അവളെ കണ്ടിട്ടുണ്ട്. ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. എങ്ങനെ പറയും? ഐ ഹാവ് സീൻ ഹെർ എന്നാണെന്ന് അറിയാമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും അവളെ കണ്ടിട്ടുണ്ട് എന്നെങ്ങനെ പറയും? എവരിബഡി ഇവിടെ ഹാസ് വരും. കാരണം ഞാൻ പറഞ്ഞ പോലെ അത് തേർഡ് പേഴ്സൺ സിംഗുലർ ആണ്. എവരിബഡി. എവരിബഡി ഹാസ് സീൻ ഹെർ. എല്ലാവരും വരുമായിരിക്കും. അതും നമ്മൾ അത്തരം സെൻറ്റൻസുകളും കണ്ടതല്ലേ? ഹി മേ കം. അവൻ വരുമായിരിക്കും. ദേ മേ കം. ദേ മേ ഗോ. അപ്പോൾ അവിടെ എവരിബഡി ആകുമ്പോൾ എന്ത് വരും? എവരിബഡി മേ കം. എല്ലാവരും വരുമായിരിക്കും. എല്ലാവരും ആസ്വദിക്കട്ടെ. അതും അത്തരം സെൻറ്റൻസ് നമ്മൾ കണ്ടാണ്. അവൻ പോട്ടെ. ലെറ്റ് ഹിം ഗോ. എല്ലാവരും ആസ്വദിക്കട്ടെ. അപ്പോൾ ലെറ്റ് ഹിമ്മിന് പകരം എന്ത് തോന്നുന്നു? എവരിബഡി അല്ലെങ്കിൽ എവരി വൺ വന്നു. ലെറ്റ് എവരി വൺ എൻജോയ്. എല്ലാവരും ആസ്വദിക്കട്ടെ. എല്ലാവരും ആഘോഷിക്കട്ടെ. സന്തോഷമായിട്ടിരിക്കട്ടെ. ലെറ്റ് എവരി വൺ എൻജോയ്. എന്താണ് എല്ലാവരും ചിരിക്കുന്നത്? എന്താ എല്ലാവരും ചിരിക്കുന്നത്? ഇത് നമ്മൾ ക്വസ്റ്റ്യൻ. എന്താ നീ ചിരിക്കുന്നത്? വൈ ആർ യു ലാഫിങ്? അപ്പോൾ എല്ലാവരും ആകുമ്പോൾ എങ്ങനെയാവും? വൈ ഈസ് എവരി വൺ ലാഫിങ്? കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്ങനെയാണ് എല്ലാവരും വന്നത്? നമ്മൾ ഹൗ കൂട്ടിയുള്ള സെൻറ്റൻസുകൾ കണ്ടുണ്ട്. നീ എങ്ങനെയാണ് വന്നത്? ഹൗ ഡിഡ് യു കം? അപ്പോൾ എല്ലാവരും ആകുമ്പോൾ എങ്ങനെ വരും? ഹൗ ഡിഡ് എവരി വൺ അല്ലെങ്കിൽ എവരിബഡി കം? ആദ്യത്തെ സെൻറ്റൻസ് എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. ട്രൈ ചെയ്ത് നോക്കൂ. എവരിബഡി അല്ലെങ്കിൽ എവരി വൺ ലൈക്സ് മീ.